ഹായ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എൻ്റെ വണ്ടി പണിക്കിട്ടാനാന്നുള്ളത്. അപ്പോൾ ഇന്ന് കിട്ടും. 2 ദിവസമായിട്ടിട്ട് ഒരു ചെറിയൊരു എമൗണ്ടും ഉണ്ട്. ഒരു 6,000 എടുത്തിട്ടുണ്ട്. അത്രേ. വണ്ടി പണിക്കിട്ടാൻ പ്രശ്നമാണ്. പൈസ ഇറങ്ങണ വഴി അറിയില്ല. എന്തായാലും പറക്കില്ലേ പറ്റുള്ളൂ. നമ്മുടെ വരുമാനം ഇപ്പം അതല്ലേ. അപ്പോൾ പറഞ്ഞു വരുന്നത് വേറൊന്നല്ല, ഇന്നും ലീവാണ്. അപ്പോൾ ഇന്നും മാങ്ങ പെറുക്കാൻ തന്നെ പോയത് വേറെ മാവിൻ്റെ ഒട്ടിക്ക്. ഓക്കെ, അടിപൊളി പഴുപഴുത്ത മാങ്ങ. അപ്പോൾ ഇത് നമുക്ക് ഉപ്പും മുളക് പൊടിയും കൂട്ടിയിട്ട് അടിച്ച് മിന്നിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. നല്ല അടിപൊളിയായിട്ട് വൃത്തിയിൽ കഴുകിയെടുക്കുക. അങ്ങനത്തെ മാങ്ങ നല്ല അടിപൊളിയായിട്ട് വൃത്തിയിൽ കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നുറുക്കാം. അടിപൊളി മണാട്ടാ. ഇതൊരു നുറുക്കുക. അയ്യോ, ഇതിലൊന്ന് കാടുന്നുണ്ട്. ഇനി ഇത് മാറ്റാം. കടുത്ത കുടിച്ചാക്കാം. ഒക്കെ കാടാണെന്ന് അതും അറിയില്ല കേട്ടോ. അത് അടിപൊളി മാങ്ങ കേട്ടോ. ഇത് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നല്ല ഉണ്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ നുറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നുറുക്കി കിട്ടിയിട്ടുണ്ട്. പഴുപഴുത്ത മാങ്ങ കേട്ടോ. നല്ല മണം. നമുക്ക് ലേശം ഉപ്പിടാം. ഇനി കുറച്ച് മുളക് പൊടി കുറച്ചിട്ടാൽ മതി. എരിവ് വല്ലാണ്ട് പാടില്ല. ചൂടൊക്കെയാണ്, വയറാകെ നാശമാവും. ഇത് നന്നായിട്ട് മിക്സാക്കുക. നല്ല അങ്ങനെ മിക്സാക്കുക. എല്ലായിടത്തും കത്തട്ടെ. പഴുത്തൊരു മാങ്ങയാണ്, തേങ്ങയാണ്. നല്ല അടിപൊളിയായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയൊക്കെ വേണ്ടാ, അടിപൊളിയായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഇന്നൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കാം അല്ലേ. വേണ്ട, അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഉപ്പും മുളകും മധുരവും എല്ലാം പാടെ മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റ്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി. അങ്ങനെ ഇപ്പോൾ മൊത്തം ഫില്ലായിരുന്നു കേട്ടോ. എനിക്കൊക്കെ അപ്പോൾ എന്തായാലും പഴുത്ത മാങ്ങയും മുളക് പൊടിയും ഉപ്പും ഷാറ് കോമ്പിനേഷൻ കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.